സ്വർഗമുണ്ട്, നരകമുണ്ട്, മക്ക മദാ കഅബാലയമുണ്ട്. ലോകത്ത് അല്ലാഹു ഒരുപാട് ജീവജാലങ്ങളെ പടച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ അല്ലാഹു ഈ ദുനിയാവിൽ പടച്ചു വെച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വം എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തെക്കാൾ ഞാനും നിങ്ങളും കൊതിച്ചു നടക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, പടച്ചവനെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. അല്ലാഹു ഈ ലോകത്ത് എന്തെല്ലാം പടച്ചു വെച്ചിട്ടുണ്ടോ, ആ പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത എന്തിനാണെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാട് ലോകത്തിൽ ഏറ്റവും മഹത്വമുള്ളത് നബി തങ്ങൾക്കാടോ. അല്ലാഹുവിന്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്തിനും മഹത്വമുള്ളൂ. അല്ലാഹു പടച്ചതിന് മുഴുവനും അതിനുശേഷമേ മഹത്വമുള്ളൂ. നബി തങ്ങൾക്ക് വല്ലാത്ത മഹത്വമാണ്, വല്ലാത്ത ശ്രേഷ്ഠതയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഖുർആനിൽ അല്ലാഹു ഒരുപാട് പ്രവാചകന്മാര് 25 പ്രവാചകന്മാര് ഒരു ലസ്മിൽ പെട്ടവരാണ്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കണോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹീം, യാ യഹ്യാ. എല്ലാ പ്രവാചകന്മാരെയും പേര് വിളിക്കുകയാണ്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ആദം എന്നാണ് വിളിച്ചത്, നൂഹ് നബിയെ നൂഹേ എന്നാ വിളിച്ചത്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ പേരാണ് അല്ലാഹു വിളിച്ചത്. പടച്ചവനെ ഈസാ നബിയാകട്ടെ, സുലൈമാൻ നബിയാകട്ടെ, യൂനുസ് നബിയാകട്ടെ, ഹാറൂൻ നബിയാകട്ടെ, സക്കരിയ നബിയാകട്ടെ, അയ്യൂബ് നബിയാകട്ടെ, എല്ലാ പ്രവാചകന്മാരുടെയും പേരാണ് അല്ലാഹു വിളിച്ചത്. എങ്കിൽ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്, 6666ഓളം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിനെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അല്ലാഹു ഒരു സ്ഥലത്തും മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. നബി തങ്ങളെ മുഹമ്മദ് എന്ന പേര് വിളിച്ചിട്ടില്ല. അല്ലാഹു വിളിച്ചത് എന്തെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുസമ്മിലായ നബിയേ, മുദ്ദസിറായ നബിയേ. അല്ലാഹു എവിടെ വിളിക്കുമ്പോഴും നബി തങ്ങളെ ആദരിച്ചുകൊണ്ടാണ് വിളിച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവനെ നബി തങ്ങളെ അല്ലാഹു വിളിച്ചത് അങ്ങനെയാടോ, വല്ലാത്ത മഹത്വമാണ്. ആ നബി തങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ പടച്ചവനെ നമുക്കത് കാണാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾക്ക് മാത്രമല്ല മഹത്വമുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന് മാത്രമല്ല ശ്രേഷ്ഠതയുള്ളത്, ആ നബി തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ടോ. അല്ലാഹുവിന്റെ റസൂലിന് മാത്രമല്ല, ആ അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദാഹരണം പറഞ്ഞു തരട്ടെ. ആദം നബി മുതൽ ഈസാ നബി വരെ 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഈ ലോകത്ത് കടന്നു വന്നല്ലോ. എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. അത് പടച്ചവനെ നൂഹ് നബിക്കും ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. നബി തങ്ങളുടെ സമുദായമാണ് നമ്മള്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാണ് നമ്മള്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പറയുകയാ, ഖൈറ ഉമ്മാ, ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിൽ വെച്ച്, ലോകത്ത് കടന്നു വന്ന ജനതയിൽ വെച്ച് ഏറ്റവും നല്ല ജനത ഏതെന്നറിയുമോ? അത് നബി തങ്ങളുടെ ഉമ്മത്തായ നമ്മളാ. ലോകത്ത് കടന്നു വന്ന ജനതയിൽ വെച്ച് ഏറ്റവും ഖൈറായ ജനത നമ്മളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ
മുൻകർ. പടച്ചവനെ പ്രവാചകന്മാര് ചെയ്തിരുന്ന ഇബാദത്താണ്, അവർ ചെയ്തിരുന്ന ഒരു അമലാണ്. ഒരു പ്രവാചകൻ മരിച്ചാൽ അടുത്ത പ്രവാചകന്, അടുത്ത പ്രവാചകന്, അടുത്ത പ്രവാചകന്. ഓരോ പ്രവാചകന്മാര് മരണപ്പെട്ടാൽ അടുത്ത പ്രവാചകൻ കടന്നു വരികയാണ്. നബിതങ്ങൾ വഫാത്തായി, നബിതങ്ങൾ വഫാത്തായി. ആ പ്രവാചകന്മാര് ചെയ്തിരുന്ന ജോലിയാ ഞാനും നിങ്ങളും ചെയ്യുന്നത്. നന്മ ഉപദേശിക്കുക, തിന്മ കണ്ടാ തടയുക. അത് പള്ളിയിലെ ഇമാമിന്റെ ജോലി മാത്രമല്ല, പടച്ചവനെ ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും ബാധ്യതയാ. അതുകൊണ്ട് ലോകത്തുള്ള ഏറ്റവും നല്ല സമുദായം നമ്മളാ. എന്തുകൊണ്ട്? നമ്മൾ നബിതങ്ങളുടെ സമുദായമായതുകൊണ്ട്, നബിതങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ ഖൈറ ഉമ്മയായടോ. പടച്ചവനെ ആകാശത്തിന്റെ കീഴിൽ ഒരുപാട് നാടുകളുണ്ട്. ഈ ആകാശത്തിന്റെ കീഴിൽ ഒരുപാട് നാടുകളുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല നാടേതാ? ഖൈറുൽ ബിലാദ്. ലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട്, ആ നാടേതെന്നറിയുമോ? അത് മക്കയാ സഹോദരാ. ലോകത്തെ ഏറ്റവും നല്ല നാട് മക്കയാ. കാരണം എന്തെന്നറിയുമോ? ആ മക്കയിലാണ് നബി മുഹമ്മദ് മുസ്തഫ. മക്കയിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്തുള്ള ഏറ്റവും നല്ല നാട് മക്കയാ. എന്തുകൊണ്ട്? ആ മക്കയിലാണ് നബി തങ്ങൾ ജനിച്ചത്. ആ മക്കയിലാണ് അല്ലാഹു പരിശുദ്ധമായ കഅബയും പണിതത്. അപ്പൊ നബി തങ്ങൾ ജനിച്ചത് കാരണം മക്കയ്ക്ക് മഹത്വമുണ്ട്. ലോകത്തിന് മഹത്വമുള്ള രണ്ടാമത്തെ നാട് മദീനയാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പറചങ്ങാതിമാരെ, എന്തുകൊണ്ട്? അവിടെയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുന്നത് മദീനത്ത. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള രണ്ടാമത്തെ നാട് മദീനയാണ്. അത് കഴിഞ്ഞിട്ട് ബൈത്തുൽ മുഖദ്ദസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ഗ്രന്ഥമുണ്ട്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. 4 ഗ്രന്ഥങ്ങൾ, 4 കിതാബുകൾ. ഈ 4 കിതാബുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള കിതാബ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്, ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. എന്തുകൊണ്ട്? ആ ഖുർആൻ നബി തങ്ങൾക്കാണ് അല്ലാഹു കൊടുത്തത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്ന് പേരുണ്ടല്ലോ, അതിന് പോലും മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് പോലും വല്ലാത്ത മഹത്വമാണ്. എവിടെ നിന്നാടോ മുഹമ്മദ് എന്ന് പറയുന്ന പേര് വന്നത്? ആദരിക്കുന്നുണ്ടല്ലോ, ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആ മുഹമ്മദ് എന്ന പേരിന് നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് മുഹമ്മദ് വന്നത്? പടച്ചവനേ, ലോകത്ത് ഒരാൾക്കും മുഹമ്മദ് എന്ന പേരില്ലായിരുന്നു. ഒരാളും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ നബി തങ്ങളുടെ ഉമ്മയായ ഫാത്തിമ ഗർഭിണിയായിരുന്നപ്പോ അല്ലാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്ത പേരാ. അബൂ താലിബിന് അറിയിച്ചു കൊടുത്ത പേരാണ് മുഹമ്മദ് എന്ന് പറയുന്ന പേര്. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടപ്പോ എല്ലാവരും ചോദിച്ചു, ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു പേര് ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നതാണെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ, അള്ളാന്റെ പേരാണ് മഹ്മൂദ്. ആ മഹ്മൂദിൽ നിന്ന് അടർത്തി കൊടുത്ത പേരാണ് മുഹമ്മദ്. രണ്ടിനും ഒരേ ഒരർത്ഥമാണ്. മുഹമ്മദിനും മഹ്മൂദിനും ഒരേ അർത്ഥമാണ്. അള്ളാന്റെ പേരിൽ നിന്ന് അടർത്തി കൊടുത്തതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിടണേ, ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേരിടണേ. ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ എന്നോടുള്ള സ്നേഹം കാരണം, നബിതങ്ങളോടുള്ള സ്നേഹം കാരണം ആരെങ്കിലും മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാ അവര് നാളെ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഹമ്മദ് എന്ന് പറയുന്ന പേര് പോലും മഹത്വമുള്ളതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്നാ. മുഹമ്മദ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മുഹമ്മദ് എന്ന് പറയുന്ന പേര് എല്ലാം പഴയതാ, പുതിയതിനൊന്നും അങ്ങനത്തെ പേര് കാണില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പേരിടണം, ഫാത്തിമ എന്ന് പെൺകുട്ടികൾക്ക് പേരിടണം. ആരാപ്പയിട? നേരത്തെ മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദിന്റെ കൂടെ വേറെന്തെങ്കിലും ചേർത്ത് കൊടുത്തു. ഇപ്പൊ പിന്നെ മുഹമ്മദ് തന്നെ ഇല്ല. ഇപ്പൊ എല്ലാം വെറൈറ്റിയുടെ കാലമാണ്. ഒരുത്തം പറഞ്ഞു, ഉസ്താദ് എന്റെ മകൾ ഇപ്പൊ ഫാത്തിമ എന്ന പെൺകുട്ടികൾക്ക് പേരിടുന്ന എത്ര പേരുണ്ട്? ഫാത്തിമ എന്ന് പറയുന്ന പേര് എല്ലാരും വെറൈറ്റിയുടെ പുറകില. എന്റെ കൂടെ നടക്കുന്ന സുൽഫി, അവന്റെ ഭാര്യ ഗർഭിണിയാ. ഇന്ന് വണ്ടി വന്നപ്പോ അവന് ഒരു പേര് പറഞ്ഞു. എന്ത് പേരാ? അല്ലാഹു അലം. എല്ലാരും വെറൈറ്റിയുടെ പുറകില. അള്ളാഹു എന്റെ ഭാര്യക്ക് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, വെറൈറ്റിയുടെ പുറകില എല്ലാവരും. ഞാൻ ഒരിക്കൽ ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകൾക്ക് വെറൈറ്റി പേരാ, എന്റെ മകൾക്ക് വെറൈറ്റി പേരാ. ഉസ്താദ് ഇന്ന് വരെ അങ്ങനെ ആർക്കും പേരിട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് കേൾക്കാനൊരു അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വാപ്പ തന്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം. അടുത്ത ഹൈലൊന്നും കൂടെ ഇട്ടാൽ മതിയായിരുന്നു. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. വളരെ മോശം. പേരിന്റെ അർത്ഥമൊന്നും ഫേസ്ബുക്കിൽ കയറിയാ നോക്കുന്ന അർത്ഥം. ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല, ആലിമീങ്ങളോടൊന്നും ചോദിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കിൽ കയറിയിട്ട് രാജകുമാരൻ, രാജകുമാരി ഇങ്ങനെയുള്ള പേരുകൾ അങ്ങ് കണ്ടെത്തിയിരിക്കല്ല. ഒരു വാപ്പാടെ കടമയാ ചങ്ങാതി മക്കൾക്ക് നല്ല പേരിടൽ. ഇല്ലെങ്കിൽ അള്ളാഹ് വെറുതെ വിടത്തില്ല നിന്നെ ഒന്നും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾക്ക് തിന്നാൻ കൊടുക്കൽ മാത്രമല്ല വാപ്പയുടെ ജോലി. ഉമർ തങ്ങളുടെ മുമ്പില് ഒരു മകനെയും കൊണ്ടുവന്ന് വാപ്പ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല തങ്ങളെ, ഇവനെ ഉപദേശിച്ച് നന്നാക്ക്. ഒരു പയ്യനെ കൊണ്ടുവന്ന് ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവനെ ഉപദേശിച്ച് നേരെയാക്കണം. ഇവൻ എന്നെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങളുടെ കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നത്, നിന്റെ വാപ്പ സ്വർഗത്തിന്റെ വാതല, നീ ബഹുമാനിക്കണം, ആദരിക്കണം. ഉമർ തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി എല്ലാം കേട്ടു, മിണ്ടാതുന്നുണ്ട്, എല്ലാം കേട്ടു. അവസാനം ഉപദേശമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറായപ്പോ ഈ കുട്ടി ഉമർ തങ്ങളോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട് തങ്ങളെ, എനിക്കൊരു സംശയമുണ്ട് തങ്ങളെ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ മോനെ? അല്ല, ഇത്രയും നേരം എനിക്ക് എന്റെ വാപ്പാനോടുള്ള കടമകളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് എന്റെ ഉപ്പയോടുള്ള കടമകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു. എന്ന എന്റെ വാപ്പായ്ക്ക് എന്നോട് വല്ല കടമയുണ്ടോ? തിരിച്ച് ഉമർ തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാകും ആ കുട്ടിയുടെ ചോദ്യം കേട്ടിട്ട്. അനുസരണയില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിനക്ക് കടമയുള്ളതുപോലെ വാപ്പായ്ക്കും കടമയുണ്ട്. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോട് കടമയുണ്ട്. അവിടെ നിന്ന് നബി തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ഒരു വാപ്പയുടെ കടമയാണ് മക്കൾക്ക് നല്ല പേരിടലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയുടെ ബാധ്യതയാ, ഉമ്മയുടെ അല്ല. ഗർഭിണിയായിരിക്കുമ്പോൾ ഓള് യൂട്യൂബിൽ കയറിയിട്ട് പേര് കണ്ടുവച്ചേക്ക്, അത് വേറെ. എന്റെ ഉമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരം വേണം, എന്റെ വാപ്പാടെ ആദ്യാക്ഷരം വേണം എന്ന് പറഞ്ഞ് ഏച്ച് കെട്ടിയ മുടച്ചിരിക്കും. എടോ, മക്കൾക്ക് പേരിടേണ്ടത് വാപ്പയാ, അത് വാപ്പയുടെ ബാധ്യതയാ. അർത്ഥമുള്ള പേരിടണം. ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ കുട്ടി പറഞ്ഞു, ഇവിടെ എന്താ പറയാ ഉസ്താദേ? ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഒരു വാപ്പ തന്റെ മകനിട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്നായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പേര്? കരിവണ്ട്. ചിരി വരുന്നുണ്ടല്ലേ? നിന്റെ മോന്റെ പേരെന്താ വാപ്പ? നിന്റെ മക്കളുടെ പേരെന്താ? അർത്ഥം എന്താ ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത് ഒരു ചങ്ങാതി 11 വർഷത്തിന് ശേഷം അള്ളാഹു മക്കളെ കൊടുത്ത്, കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹു ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോ ഇട്ട പേര് മെസ്സി എന്നായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേറൊരു ചങ്ങാതി തനിക്ക് അള്ളാഹു കൊടുത്ത മകനിട്ട പേര് മുഹമ്മദ് സുധാകരൻ എന്നായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. ഓൻ സുധാകരനോടുള്ള സ്നേഹം കാരണം ആ സുധാകരൻ എന്ന് പേരിട്ടെ, എങ്കിലും അവൻ മുഹമ്മദ് എന്നിട്ടല്ലോ. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
മക്കൾക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് പോലും മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ടോ? സംസം വെള്ളം വല്ലാത്ത മഹത്വമുള്ളതാണ്. നമ്മളൊക്കെ വന്ന് കുടിക്കാൻ കുതിക്കുന്നവരാണ്. പടച്ചറപ്പേ, മക്കത്ത് ചെന്ന് മതി വരുവോളം സംസം വെള്ളം സ്വന്തം കൈകൊണ്ടെടുത്ത് കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ അനുയായികൾ വന്നു പറഞ്ഞു, വല്ലാത്ത ദാഹമാണ്, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ, നിന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് നീ ആ പാറയിലേക്ക് അടിക്ക്. മൂസാ നബി പാറയിലടിക്കുകയാണ്. പടച്ചവനെ, പാറ പൊട്ടികെട്ട് കുടിക്കാനുള്ള വെള്ളം വരികയാണ്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു അടിക്കാൻ. അടിച്ചപ്പോഴാണ് വെള്ളം കിട്ടിയതെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട്, വെള്ളമില്ല നബിയേ, യുദ്ധം കഴിഞ്ഞു വരികയാണ്, കുടിക്കാൻ വെള്ളമില്ല. നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അതാ പാത്രത്തിനകത്തേക്ക് കൈയിടുകയാണ്. അല്ലാഹ് ഇടാൻ പറഞ്ഞില്ല, നബി തങ്ങൾ ഇട്ടടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൈയിട്ടപ്പോ കൈയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരികയാണ്. സ്വഹാബത്ത് കോരി കുടിക്കുകയാണ്. അവരവരുടെ സഞ്ചികളിൽ നിറയ്ക്കുകയാണ്. മതി വരുവോളം അല്ലാഹു അവർക്ക് വെള്ളം കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ, പടച്ചവനെ, സംസം വെള്ളം വന്നത് എവിടെ നിന്നാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം പടച്ചവനെ ദാഹം സഹിക്കാൻ കഴിയാതെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം വെള്ളം വന്നത്. എന്നാൽ ആ ഇസ്മായിൽ നബിയുടെയും പ്രവാചകനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമുണ്ടല്ലോ, അതിന് ഈ സംസത്തിനെക്കാളും മഹത്വമുണ്ടെന്ന ചരിത്രം പറയുകയാ. അതുകൊണ്ട് നബി തങ്ങളെ കുറിച്ച് പഠിക്കണേ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പഠിച്ചു വെക്ക്. ഇനിയെങ്കിലും ആരെങ്കിലും ചോദിച്ചാലെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് വേണം പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ നബി തങ്ങളെ കുറിച്ച് പഠിക്കണം. ആരാണ് നബി തങ്ങളെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വരുമ്പോ ആയിഷ ബീവി നബി തങ്ങളുടെ കയ്യിൽ പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് വീടിനകത്ത് കയറ്റി കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടില് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തല വെച്ച് കിടക്കുകയാ. നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി നബി തങ്ങളുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി അതാ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷ ബീവി പറയുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നബിയെ, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. പോലെ നബിയെ, ഇപ്പൊ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാശി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ആയിഷ ബീവി കിടക്കുമ്പോ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ലോകം തന്നെ പടയ്ക്കാൻ
കാരണക്കാരനായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ആയിഷ ബീവി ചിരിക്കുകയാ. ആയിഷ ബീവി ചിരിക്കുകയാ. പടച്ചവനെ ചിരിച്ച് ചിരിച്ച് നബി തങ്ങളുടെ മടിയിൽ കിടന്ന ആയിഷ ബീവി അവിടുന്ന് ചിരിച്ച് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ? പടച്ചവനെ ആയിഷ ബീവി പറയുന്നു, ഇതിനെക്കാളും എനിക്ക് എന്തേ വേണ്ടത്? എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപം പൊറുക്കാൻ ദുആ ചെയ്തല്ലോ എന്ന് ആയിഷ ബീവി വളരെ അത്ഭുതത്തോടു കൂടി നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്കു മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു ആയിഷ. ഓഡിറ്റോറിയത്തിനകത്ത് ഒരുമിച്ച് കൂടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുകയാ. ഒരു ദിവസം 5 പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ മരിക്കുന്നത് വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ അവസാനം കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടിയും നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്തൊരു സ്നേഹമായിരുന്നടോ. നബി തങ്ങൾ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നടോ, നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. തിരിച്ചാ സ്നേഹമുണ്ടോ വാപ്പാ? എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് തിരിച്ചാ സ്നേഹമുണ്ടോ? പടച്ചവനേ, നബിതങ്ങൾ ആരാ സ്നേഹിച്ചാ തിരിച്ച് സ്നേഹിക്കുന്ന നബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആര് സ്നേഹിച്ചാലും നബിതങ്ങളെ തിരിച്ച് സ്നേഹിക്കുമടോ. അല്ലാഹുവിന്റെ റസൂല് സ്നേഹിക്കുമടോ. അതിനൊരുപാട് തെളിവുകളുണ്ടോ. മഹാനായ തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. തൽഹക്ക് നബിയെ വല്ലാത്ത ഇഷ്ടമാ. നബിതങ്ങൾക്കും തൽഹാനെ വല്ലാത്ത ഇഷ്ടമാ. പള്ളിയിൽ കാണാതെ വന്നപ്പോ, നിസ്കരിക്കാൻ പള്ളിയിൽ കാണാതെ വന്നപ്പോ നബിതങ്ങൾ ചോദിക്കുന്ന സ്വഹാബ, എന്റെ തൽഹയെ കാണുന്നില്ലല്ലോ, എന്റെ തൽഹയ്ക്ക് എന്തു പറ്റി സ്വഹാബ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, രോഗം പിടിച്ച് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. രോഗം പിടിച്ച് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ പോകുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന നബി തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുമ്പോ തൽഹ ബോധമില്ലാതെ കിടക്കുകയാ. ഒരു മാരകമായ രോഗമാ, ബോധമില്ലാതെ കിടക്കുകയാ. നബി തങ്ങൾ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയമായിട്ടും നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. കുടുംബക്കാര് പറയുന്നു, നബിയേ, ബോധം വരാൻ ഒരുപാട് താമസമാ നബിയേ. നബി തങ്ങൾ ദുആ ചെയ്തു. തൽഹത്ത് ബിൻ ബറാഇന്റെ ചാരത്തിരുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് പറയുന്നു, സ്വഹാബ, എന്റെ തൽഹ മരിച്ചാൽ എന്നെ അറിയിക്കണേ സഹാബ. റസൂല് പറയുകയാണ്, തൽഹത്ത് ബിൻ ബറാ മരിച്ചാൽ എന്നോട് നിങ്ങൾ പറയണം. നബി തങ്ങൾ പറഞ്ഞിട്ട് പോവുകയാ. പടച്ചവനെ, തൽഹയ്ക്ക് ബോധം വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹ, നബി തങ്ങൾ നിന്നെ കാണാൻ വന്നിരുന്നു. ഒരുപാട് സമയം ഇരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹ ചോദിച്ചു, എന്തു പറഞ്ഞു? നബി തങ്ങൾ എന്തു പറഞ്ഞു? നീ മരിച്ച നബി തങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. നീ മരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അറിയിക്കണമെന്ന് പറഞ്ഞു. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന സഹാബി പറയുകയാ, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയണം. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയരുത്, നബി തങ്ങളെ അറിയിക്കരുത്. കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹ, എത്ര വലിയ ഭാഗ്യവാ, എത്ര വലിയ ഭാഗ്യവാ.
തങ്ങൾ വരുന്നതും ദുആ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും വല്ലാത്ത ഒരു ഭാഗ്യമല്ലേ? എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? തൽഹ പറയുകയാ, ഞാൻ മരിച്ചാൽ നബി തങ്ങൾ വരുമെന്ന് എനിക്കറിയാം.